നമ്മൾ ഇന്ന് അസിമെട്രിക് സിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇതാണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അസിമെട്രിക് സിന്തസിസ് എന്താണ്, അതുപോലെ തന്നെ നീഡ് ഫോർ അസിമെട്രിക് സിന്തസിസ്, സ്റ്റീരിയോ സെലക്ടിവിറ്റി ആൻഡ് സ്റ്റീരിയോ സ്പെസിഫിസിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അസിമെട്രിക് സിന്തസിസ്. ഓക്കെ, എന്താണ് അസിമെട്രിക് സിന്തസിസും റെസിമിക് റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, റെസിമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കീറ്റോൺ ആണ് എടുത്തിട്ടുള്ളത് ആൻഡ് സോഡിയം ബോറോഹൈഡ്രേറ്റ് നമ്മളിവിടെ കീറ്റോണിനെ റെഡ്യൂസ് ചെയ്യാം. അപ്പൊ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കീറ്റോൺ ആൽക്കഹോൾ ആയിട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ആൽക്കഹോൾ ഫോം ചെയ്ത സമയത്ത് ഇവിടെ ഒരു പുതിയ കൈറൽ സെന്റർ ഫോം ചെയ്തു. ഓക്കെ, അതായത് കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ് ആൻഡ് 4 ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. സോ ഒരു കൈറൽ സെന്റർ ഇവിടെ ഫോം ചെയ്തു ആൻഡ് ഈ കൈറൽ സെന്റർ ഫോം ചെയ്തു. അതിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എസ് ആണ്. ഓക്കെ, OH വെഡ്ജിൽ വന്നാൽ അത് എസ് ആണ്, ഡാഷിൽ വന്നാൽ അത് ആർ ആണ്. അപ്പൊ ഇവിടെ രണ്ട് അനാൻഷ്യോമേഴ്സും ഫോം ചെയ്തു. ഓക്കെ, എസ് അനാൻഷ്യോമറും ഫോം ചെയ്തു, ആറും ഫോം ചെയ്തു. രണ്ടും ഈക്വൽ എമൗണ്ടിലാണ് ഫോം ചെയ്തത്. ഓക്കെ, 50:50, ദാറ്റ് ഈസ് റെസിമിക് മിക്സ്ചർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നെറ്റ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇത് റെസിമിക് മിക്സ്ചർ ആണ്. അപ്പൊ ഇതാണ് നോർമൽ റിയാക്ഷന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു കൈറൽ സെന്റർ ഫോം ചെയ്യുകയാണെങ്കിൽ രണ്ട് അനാൻഷ്യോമേഴ്സും അല്ലെങ്കിൽ രണ്ട് ഡയാസ്റ്റീരിയോമേഴ്സ് ആണ് ഫോം ചെയ്യാന്നുണ്ടെങ്കിൽ രണ്ട് ഡയാസ്റ്റീരിയോമേഴ്സും ഈക്വൽ എമൗണ്ടിൽ ഫോം ചെയ്യും. ആൻഡ് അസിമെട്രിക് സിന്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഗെയിൻ സെയിം റിയാക്ഷൻ തന്നെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. റിഡക്ഷൻ ചെയ്തു, ആൽക്കഹോൾ ഫോം ചെയ്തു. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 97.5:2:5 അതായത് ഒരു അനാൻഷ്യോമർ എക്സസ് ആയിട്ട് ഫോം ചെയ്തു. അതിനെയാണ് നമ്മൾ അസിമെട്രിക് സിന്തസിസ് എന്ന് പറയുന്നത്. നമുക്കൊരു റിയാക്ഷൻ നടത്തിയിട്ട് അവിടെ അനാൻഷ്യോമറോ ഡയാസ്റ്റീരിയോമറോ ഫോം ചെയ്യാം. ഓക്കെ, അതിൽ ഒരു അനാൻഷ്യോമർ എക്സസ് ആയിട്ട് ഫോം ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് ഡയാസ്റ്റീരിയോമേഴ്സ് ആണ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡയാസ്റ്റീരിയോമർ എക്സസ് ആയിട്ട് ഫോം ചെയ്യാം. അതിനെയാണ് നമ്മൾ അസിമെട്രിക് സിന്തസിസ് എന്ന് പറയുന്നത്. സോ ദ സിന്തസിസ് ഓഫ് എ കോമ്പൗണ്ട് by a method that favors the formation of chiral molecule in unequal amounts. Okay, chiral molecules ആണ് ഫോം ചെയ്യുന്നത് ആൻഡ് അത് അൺഈക്വൽ എമൗണ്ട്സിലാണ് ഫോം ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ അസിമെട്രിക് സിന്തസിസ് എന്ന് പറയുന്നത്. An achiral unit in a substrate molecule having either enantiotopic or diastereotopic groups or phases is converted into a chiral unit. അതായത് നമ്മുടെ സബ്സ്ട്രേറ്റിലുള്ള ഒരു അക്കൈറാൽ യൂണിറ്റിനെ നമ്മൾ എന്താക്കി മാറ്റി? കൺവേർഡ് ഇൻറ്റു എ കൈറാൽ യൂണിറ്റ് ആക്കി മാറ്റി. ഓക്കെ, ഒരു അസിമെട്രിക് സിന്തസിസിൽ സബ്സ്ട്രേറ്റിലുള്ള അക്കൈറാൽ യൂണിറ്റിനെ നമ്മൾ കൈറാൽ യൂണിറ്റ് ആക്കി മാറ്റുന്നു. ആൻഡ് ഇറ്റ് കംപ്രൈസസ് ബോത്ത് അനാൻഷ്യോ സെലക്റ്റീവ് ആൻഡ് ഡയാസ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻസ്. അപ്പൊ അതെന്താണെന്നുള്ളത് നമ്മൾ വഴിയെ ഡിസ്കസ് ചെയ്യും. Then asymmetric reaction results from the influence of some dissymmetry in the reacting system, such as the presence of a dissymmetric center in the molecule, a dissymmetric solvent or catalyst. ഓക്കെ, അപ്പൊ നമ്മൾ അസിമെട്രിക് സിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഡിസിമെട്രിക് എൻവയോൺമെന്റ് ആണ്. ഓക്കെ, ഒരു ഡിസിമെട്രിക് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു കൈറാൽ എൻവയോൺമെന്റ് ആണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു കൈറാൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. ആ കൈറാൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് മേ ബി ഇൻ ദ ഫോം ഓഫ് എ റിയേജന്റ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റിയേജന്റ് ഒരു കൈറാൽ മോളിക്യൂൾ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സോൾവെന്റ് എന്ന് പറയുന്നത് കൈറാൽ ആയിരിക്കാം, മേ ബി കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് കൈറാൽ ആയിരിക്കാം. അങ്ങനെ നമ്മളൊരു ഡിസിമെട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൈറാൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് അസിമെട്രിക് റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ നമ്മൾ ജസ്റ്റ് സോഡിയം ബോറോഹൈഡ്രേറ്റ് എന്നാ പറഞ്ഞത്, പക്ഷെ ഇവിടെ നമ്മൾ കൈറാൽ ഹൈഡ്രേറ്റ് എന്നാ പറഞ്ഞു. ഓക്കെ, നമ്മളൊരു കൈറാൽ എൻവയോൺമെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്തു. Asymmetric synthesis often are called stereoselective. If one of the product forms exclusively, the reaction is called stereospecific. അപ്പൊ അസിമെട്രിക് സിന്തസിസ് എന്ന് പറയുന്നത് സ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻ ആണ്. ആൻഡ് ചില കേസിൽ അത് സ്റ്റീരിയോ സ്പെസിഫിക്കും ആവാം. അപ്പൊ അതെന്താണെന്നുള്ളത് നമ്മൾ വഴിയെ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മൾ അസിമെട്രിക് സിന്തസിസ് എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. സോ അസിമെട്രിക് സിന്തസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൈറാൽ മോളിക്യൂൾ ഫോം ചെയ്യാണ്. ആൻഡ് കൈറാൽ മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ അതിൽ എനാൻഷ്യോമറും ഡയാസ്റ്റീരിയോമേഴ്സും ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എനാൻഷ്യോമേഴ്സ് ആണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു അനാൻഷ്യോമർ എക്സസ് ആയിട്ട് ഫോം ചെയ്യാം. ദറ്റ് ഈസ് അനാൻഷ്യോമറോ ഡയാസ്റ്റീരിയോമറോ അൺഈക്വൽ എമൗണ്ടിൽ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ അസിമെട്രിക് സിന്തസിസ് എന്ന് പറയുന്നത്. ഒരു അക്കൈറൽ യൂണിറ്റ് കൈറാൽ യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ആൻഡ് അസിമെട്രിക് സിന്തസിസ് എന്ന് പറയുന്നത് സ്റ്റീരിയോ സെലക്റ്റീവ് ആണ്. സ്റ്റീരിയോ സെലക്റ്റീവ് മാത്രമല്ല, അത് ചിലപ്പോൾ എനാൻഷ്യോ സെലക്റ്റീവ് ആയിരിക്കും. സ്റ്റീരിയോ സെലക്റ്റീവ് ആണ് ആൻഡ് അത് എനാൻഷ്യോ സെലക്റ്റീവ് ആയിരിക്കാം, മേ ബി ഡയാസ്റ്റീരിയോ സെലക്റ്റീവ് ആയിരിക്കാം. ചില കേസിൽ അത് സ്റ്റീരിയോ സ്പെസിഫിക്കും ആയിരിക്കാം. ഇനി നമ്മൾ അസിമെട്രിക് സിന്തസിസ് എങ്ങനെ ക്യാരി ഔട്ട് ചെയ്യുക? ഒരു കൈറാൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ഒരു കൈറാൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ അസിമെട്രിക് റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്.
സോ നീഡ് ഫോർ അസിമെട്രിക് സിന്തസിസ്. എന്തുകൊണ്ടാണ് അസിമെട്രിക് സിന്തസിസിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വളരെ ഫെമിലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് താലിഡോമൈഡ് എന്ന് പറയുന്നത്. പ്രഗ്നന്റ് ലേഡീസിന് മോർണിംഗ് സിക്നസിന് റിലീഫ് ആയിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് താലിഡോമൈഡ് എന്ന് പറയുന്നത്. ഇത് അതിന്റെ വൺ ഓഫ് ദ എനാൻഷ്യോമർ ആണ്, ആൻഡ് അതിന്റെ മിറർ ഇമേജ് ആയിട്ടുള്ള മറ്റൊരു എനാൻഷ്യോമർ ആണ് ഇത്. സോ ഈ ഒരു എനാൻഷ്യോമറിന് മാത്രമാണ് മോർണിംഗ് സിക്നസ് സെഡേറ്റീവ് എന്നുള്ള പ്രോപ്പർട്ടി ഉള്ളത്. ആൻഡ് ഈ എനാൻഷ്യോമർ എന്ന് പറയുന്നത് അതിന്റെ മിറർ ഇമേജ് ആയിട്ടുള്ള ഈ എനാൻഷ്യോമർ ഫീറ്റൽ ഡിഫക്ട്സ് ആണ് കോസ് ചെയ്യുക. ഇതിൽ സ്ട്രക്ചറലി ഇവരെല്ലാം സെയിം ആണ്. എന്ത് മാത്രമാണ് വ്യത്യാസം? സ്പേഷ്യൽ ഓറിയന്റേഷൻ മാത്രമാണ് വ്യത്യാസം. അത് തന്നെ അതിന്റെ പ്രോപ്പർട്ടി തന്നെ മാറ്റി. ഓക്കെ, ആൻഡ് വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒലീവ് ഫ്ലൈ സെക്സ് ഹോർമോൺ, അതിൽ ഈ ഒരു എനാൻഷ്യോമർ എന്ന് പറയുന്നത് മെയിലിനെയാണ് അട്രാക്ട് ചെയ്യുക, ആൻഡ് ഈ എനാൻഷ്യോമർ ഫീമെയിലിനെയാണ് അട്രാക്ട് ചെയ്യുക. സോ അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അസിമെട്രിക് സിന്തസിസ് ഈസ് ഇമ്പോർട്ടന്റ് ആസ് ഡിഫറെന്റ് എനാൻഷ്യോമേഴ്സ് ക്യാൻ ഇന്ററാക്ട് with biological receptors very differently. Different enantiomers can interact with biological receptors very differently. നമ്മൾ മുന്നേ സൂചിപ്പിച്ച സ്റ്റീരിയോ സെലക്ടിവിറ്റി അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പെസിഫിസിറ്റി എന്താണെന്നുള്ളതാണ്. സോ അസിമെട്രിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ സെലക്റ്റീവ് ആണ്, ഒരു സംശയവുമില്ല, സ്റ്റീരിയോ സെലക്റ്റീവ് ആണ്. അപ്പൊ എന്താണ് സ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻ? എ റിയാക്ഷൻ ഇൻ വിച്ച് one specific isomer is formed to a greater extent than any other is called stereoselective reaction. നമ്മളൊരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്തു, അവിടെ രണ്ട് സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണ്, അതിൽ ഒരു ഐസോമർ ഗ്രേറ്റർ എമൗണ്ടിൽ ഫോം ചെയ്യുന്നതിനെയാണ് സ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ അസിമെട്രിക് സിന്തസിസ് എങ്ങനെ ഡിഫൈൻ ചെയ്ത എനാൻഷ്യോമേഴ്സ് ഫോം ചെയ്യാം, ഡയാസ്റ്റീരിയോമേഴ്സ് ഫോം ചെയ്യാം, ആൻഡ് അതിൽ വൺ ഓഫ് ദ എനാൻഷ്യോമർ അല്ലെങ്കിൽ വൺ ഓഫ് ദ ഡയാസ്റ്റീരിയോമർ അൺഈക്വൽ എമൗണ്ട് അല്ലെങ്കിൽ ഗ്രേറ്റർ എമൗണ്ടിൽ ഫോം ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അസിമെട്രിക് സിന്തസിസ് എന്ന് വിളിക്കും. ഈ എനാൻഷ്യോമേഴ്സ് അല്ലെങ്കിൽ ഡയാസ്റ്റീരിയോമേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. ഓക്കെ, സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. സോ വൺ ഓഫ് ദ സ്റ്റീരിയോ ഐസോമർ ഗ്രേറ്റർ എക്സ്റ്റെന്റിൽ ഫോം ചെയ്തു. അതുകൊണ്ടാണ് അസിമെട്രിക് സിന്തസിസിനെ നമ്മൾ സ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ജോമെട്രിക്കൽ ഐസോമറിസം, ആൽക്കീൻസ് കാണിക്കുന്ന ജോമെട്രിക്കൽ ഐസോമറിസം, അതും എന്താണ്? സ്റ്റീരിയോ ഐസോമേഴ്സ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ E2 എലിമിനേഷൻ നടത്തിയിട്ട് നമ്മൾ ഇവിടെ ഒരു ആൽക്കീൻ ഫോം ചെയ്യാണ്. വേറെയും ഇവിടെ E2 എലിമിനേഷൻ നടന്ന ഇവിടെ ആൽക്കീൻ ആണ് ഫോം ചെയ്യുക. ആൽക്കീൻ ട്രാൻസ് ആൽക്കീൻ ആവാം, സിസ് ആൽക്കീൻ ആവാം. ആൻഡ് ട്രാൻസ് ആണ് മോർ സ്റ്റേബിൾ, സോ അതാണ് മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ രണ്ട് സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആയി, സിസും ട്രാൻസും. അതിൽ ഒരു സ്റ്റീരിയോ ഐസോമർ ആണ് ഇവിടെ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്ത്. ദാറ്റ് ഈസ് ഇതെന്താണ്? ഒരു സ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻ ആണ്. ആൻഡ് നമ്മുടെ അസിമെട്രിക് സിന്തസിസും എന്താണ്? സ്റ്റീരിയോ സെലക്റ്റീവ് ആണ്. കാരണം അവിടെ ഒരു എനാൻഷ്യോമർ അല്ലെങ്കിൽ ഒരു ഡയാസ്റ്റീരിയോമർ ആണ് ഗ്രേറ്റർ എക്സ്റ്റെന്റിൽ ഫോം ചെയ്യുന്നത്. ഇനി എനാൻഷ്യോമർ ആണ് ഗ്രേറ്റർ എക്സ്റ്റെന്റിൽ ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എനാൻഷ്യോ സെലക്റ്റീവ് എന്നും, ഡയാസ്റ്റീരിയോമർ ആണെങ്കിൽ നമ്മൾ അതിനെ ഡയാസ്റ്റീരിയോ സെലക്റ്റീവ് എന്നും പറയും. എ റിയാക്ഷൻ ഇൻ വിച്ച് one of a set of stereo isomers is formed predominantly. അതാണ് എന്ത്? സ്റ്റീരിയോ സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു സ്റ്റീരിയോ ഐസോമർ predominantly ഫോം ചെയ്യുക. This may be further specialized into diastereoselective and enantioselective depending upon whether it is a diastereomer or an enantiomer that is being produced selectively. Then ഇവിടെ A+B എന്ന് പറയുന്ന റിയേജൻസ് C+D എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഫോം ചെയ്തു. ആൻഡ് സിയും ഡിയും ഇവിടെ സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. ഓക്കെ, സിയും ഡിയും എന്താണ്? സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. ആൻഡ് സിയും ഡിയും അൺഈക്വൽ എമൗണ്ട്സിൽ ഫോം ചെയ്തു. സിയും ഡിയും അൺഈക്വൽ എമൗണ്ടിൽ ഫോം ചെയ്യുക, അതായത് സ്റ്റീരിയോ ഐസോമേഴ്സ് അൺഈക്വൽ എമൗണ്ടിൽ ഫോം ചെയ്താൽ നമ്മൾ ആ റിയാക്ഷന് സ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻ എന്ന് പറയും. ഇനി നമ്മൾ കൺസിഡർ ചെയ്ത സിയും ഡിയും ഡയാസ്റ്റീരിയോമേഴ്സ് ആണെങ്കിൽ അത് ഡയാസ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻ, സിയും ഡിയും എനാൻഷ്യോമേഴ്സ് ആണെങ്കിൽ അത് എനാൻഷ്യോ സെലക്റ്റീവ് റിയാക്ഷൻ. സോ എനാൻഷ്യോ സെലക്റ്റീവ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ an enantiomer selective reaction is one in which one enantiomer is formed in preference to the other. One enantiomer is formed in preference to the other in a reaction that creates an optically active product from an achiral starting material. Okay, achiral ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഫോം ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ ആ സിന്തസിസ് അവിടെ ഇഫക്റ്റീവ് ആക്കിയത്? യൂസിങ് എ കൈറൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ കൈറൽ എൻസൈം അല്ലെങ്കിൽ കൈറൽ റിയേജന്റിന്റെ പ്രസൻസ് കൊണ്ടാ. അപ്പൊ ഇവിടെ നമ്മൾ കൈറൽ റിയേജന്റ് യൂസ് ചെയ്ത സമയത്ത് നമുക്ക് 99% എനാൻഷ്യോമറിക് എക്സസ് കിട്ടി. ഓക്കെ, ഈ എനാൻഷ്യോമർ ആണ് 99% അവിടെ ഫോം ചെയ്തത്. ഇനി എന്താ ഡയാസ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയാസ്റ്റീരിയോമേഴ്സ് ആണ് ഇവിടെ എന്ത് ചെയ്തത്? എക്സസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു കൈറൽ സെന്റർ ഉണ്ട്. ഓക്കെ, ഈ കൈറൽ സെന്ററിന് ഒരു കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കും, അത് 6 ആയിക്കോട്ടെ. ഓക്കെ, ഈ കൈറൽ കാർബണിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 6 ആയിക്കോട്ടെ. ഇനി നമ്മളിവിടെ ഓർഗനോലിഥിയം കോമ്പൗണ്ടാ, നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റ് സിമിലർ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ദാറ്റ് ഈസ് കാർബാനോൺ ജനറേറ്റ് ചെയ്യും. ഈ കാർബാനോൺ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. ഓക്കെ, ഈ ബോണ്ട് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യും. ദെൻ ഹൈഡ്രോളിസിസ് കഴിഞ്ഞാൽ നമുക്കിവിടെ
CH3 ആൻഡ് OH അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് പുതിയൊരു കൈറൽ സെന്ററും കൂടെ ഫോം ചെയ്തു. അപ്പൊ ഇത് ഓൾറെഡി റിയാക്ടന്റിൽ ഉള്ളതാ, അതിന്റെ കോൺഫിഗറേഷൻ മാറിയിട്ടില്ല. ഇനി പുതിയതായിട്ടുള്ള കൈറൽ സെന്റർ എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തേത് R ആണ്, അത് ഫിക്സ്ഡ് ആണ്. രണ്ടാമത്തത് ചിലപ്പോൾ S ആവാം, ഓക്കെ, അല്ലെങ്കിൽ R ആവാം. രണ്ടാമത്തത് S ആവാം അല്ലെങ്കിൽ R ആവാം, അതാണ് മാറുന്നത്. അപ്പൊ ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഡയാസ്റ്റീരിയോമേഴ്സ. ഓക്കെ, ഇവർ രണ്ടുപേരും ഡയാസ്റ്റീരിയോമേഴ്സ. കാരണം എന്താ, ഒരു കാർബണിന്റെ കോൺഫിഗറേഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ. ഇവിടെ ആറായിട്ട് തന്നെ റിമൈൻഡ് ചെയ്യാണ്, ഒറ്റ കാർബണിന്റെ കോൺഫിഗറേഷൻ മാത്രമേ ഇവിടെ മാറിയിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാ എനാൻഷ്യോമർ ആണോ ഡയാസ്റ്റീരിയോമർ ആണോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. ഇനി ഇത് ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്ത എനാൻഷ്യോമർ ആണോ ഡയാസ്റ്റീരിയോമർ ആണോ അവർ തമ്മിലെ റിലേഷൻ നോക്കുക. സപ്പോസ് ഇത് എസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതെന്തായി, S ആയി ആൻഡ് S തന്നെയാണ്. അതായത് ഒരു കാർബണിന്റെ കോൺഫിഗറേഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പൊ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഡയാസ്റ്റീരിയോമേഴ്സ് ആണ്. ഇനി നമ്മളിവിടെ SR കൺസിഡർ ചെയ്യാം. അതായത് ഫസ്റ്റ് കാർബണിന്റെ കോൺഫിഗറേഷൻ സെയിം ആണ്, സെക്കൻഡ് കാർബൺ ഒരു കാർബണിന്റെ മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോഴും ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഡയാസ്റ്റീരിയോമർ ആണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഫസ്റ്റ് കാർബൺ SR ആയി, രണ്ടാമത്തത് R തന്നെയാണ്. അപ്പോഴും ഒരു കാർബണിന്റെ കോൺഫിഗറേഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ. അവരെന്താണ്, ഡയാസ്റ്റീരിയോമർ ആണ്. ഇനി നമ്മൾ ഡയഗണലി ഉള്ളത് നോക്കുക. അതായത് ഇവിടെ R എന്തായി, S ആയി, S എന്തായി, R ആയി. അതായത് രണ്ടെണ്ണത്തിന്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്തു. സോ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എനാൻഷ്യോമേഴ്സ് ആണ്. ആൻഡ് ഇത് രണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ R എന്തായി, S ആയി ആൻഡ് S R ആയി. ഓക്കെ, രണ്ട് കാർബണിന്റെയും കോൺഫിഗറേഷൻ മാറി. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എനാൻഷ്യോമറ. സോ ഈ കേസിൽ നമുക്ക് ഓൾറെഡി ഒരു കൈറൽ കാർബൺ ഉണ്ട്, അതിന്റെ കോൺഫിഗറേഷനിൽ മാറ്റമില്ല. റിയാക്ഷൻ നടക്കുന്നത് ഇവിടെയാണ് ആൻഡ് ഇവിടെയാണ് പുതിയ കൈറൽ സെന്റർ ഫോം ചെയ്യുന്നത്. അതിന്റെ കോൺഫിഗറേഷൻ മാറുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് മാറുന്നത്. സോ നമുക്ക് ഫോം ചെയ്യാൻ ചാൻസ് ഉള്ളത് ഡയാസ്റ്റീരിയോമേഴ്സ് ആണ്. ആൻഡ് ഒരു ഡയാസ്റ്റീരിയോമർ എക്സസ് ആയിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡയാസ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻ എന്ന് പറയും. ഇനി എന്താണ് സ്റ്റീരിയോ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണ് ആൻഡ് അതിൽ ഒരു സ്റ്റീരിയോ ഐസോമർ മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് സ്റ്റീരിയോ സ്പെസിഫിക് ആണ്. സ്റ്റീരിയോ സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ടും ഫോം ചെയ്യാം, ഒരെണ്ണം എക്സസ് ആയിട്ട് ഫോം ചെയ്യുന്നു. സ്റ്റീരിയോ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ, ഓൺലി സ്പെസിഫിക് സ്റ്റീരിയോ ഐസോമർ മാത്രമേ അത് തരുള്ളൂ. ടു ഗിവ് വൺ ആൻഡ് ഓൺലി സ്പെസിഫിക് സ്റ്റീരിയോ ഐസോമർ, അതിനെയാണ് നമ്മൾ സ്റ്റീരിയോ സ്പെസിഫിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം SN2 റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ്. നേരെ മറിച്ച് SN1 ആണെങ്കിൽ അവിടെ ഇൻവേർഷനും അതുപോലെ തന്നെ റിട്ടൻഷനും പോസിബിൾ ആണ്. അപ്പൊ അവിടെ SN1 എന്ന് പറയുന്നത് എന്താണ്. സോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അസിമെട്രിക് സിന്തസിസ് എന്താണെന്നാ പറഞ്ഞത്. അസിമെട്രിക് സിന്തസിസ് എന്ന് പറഞ്ഞാൽ കൈറൽ മോളിക്യൂൾസ് ഫോം ചെയ്യാണ്. ആൻഡ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അൺഈക്വൽ എമൗണ്ട്സിലാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. എനാൻഷ്യോമറും ഡയാസ്റ്റീരിയോമറും അൺഈക്വൽ എമൗണ്ട്സിലാണ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ അസിമെട്രിക് സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻ ആണ്. ആൻഡ് ചില കേസിൽ അത് സ്റ്റീരിയോ സ്പെസിഫിക്കും ആവാം. ആൻഡ് സ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം എനാൻഷ്യോ സെലക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡയാസ്റ്റീരിയോ സെലക്റ്റീവ് ആയിരിക്കാം. ആൻഡ് നമ്മൾ അസിമെട്രിക് സിന്തസിസ് എങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, ഒരു ഡിസിമെട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൈറൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴിയാണ് നമ്മൾ അസിമെട്രിക് സിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ആൻഡ് അസിമെട്രിക് സിന്തസിസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ സ്റ്റീരിയോ സെലക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു. നമുക്ക് രണ്ട് സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണ്. അതിലൊരു സ്റ്റീരിയോ ഐസോമർ എക്സസ് ആയിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ രണ്ടും ഫോം ചെയ്യും. ഒരെണ്ണം എക്സസ് ആയിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റീരിയോ സെലക്റ്റീവും, ആൻഡ് ഒരെണ്ണം മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് സ്റ്റീരിയോ സ്പെസിഫിക്കുമാണ്. സോ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കാണ്. താങ്ക് യു.